നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. എന്തിന്? എന്തിന് ക്ഷീണം? എനിക്ക് സത്യത്തിൽ അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇവളീ ലൈവിൽ വരുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത്? കാരണം വെച്ചാൽ ഇവക്ക് പണം മാത്രമേ വേണ്ടൂ. അത് എങ്ങനെയുള്ള ആൾക്കാർ കണ്ടിട്ടും കിട്ടുന്ന ആ ഒരു യൂട്യൂബിൻ്റെ വരുമാനം മാത്രമേ അവർക്ക് വേണ്ടൂ. നീയൊക്കെ വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? ഞാൻ 4ാമത്തെ ലൈഫ് എടുത്ത കുറച്ച് പേർക്ക് പച്ചയ്ക്ക് പറയാല്ല, 4ാമത്തെ ലൈഫ് എടുത്ത എന്തിനാണ്? നീയൊക്കെ വിചാരിക്കുന്നത് എന്തിനാണ്? കാമപ്രാന്തി, വെള്ളം ഷാൻ. നീ 4ാമത്തെ ലൈഫ് എടുത്ത് 5ാമത്തെ ലൈഫ് എടുത്ത് നമ്മക്കെന്ത് കാര്യം? അതെല്ലാം നിൻ്റേതായ പേഴ്സണലി കാര്യം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ട് ഈ യൂട്യൂബിൽ വിളമ്പാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കറിയാമോ നമ്മുടെ ലൈഫ് എന്താണെന്ന്? നിങ്ങൾക്കറിയാമോ? എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, ഒരാണിനൊരു പെണ്ണില്ലാതെ ജീവിക്കാൻ നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. ആര് ജീവിച്ചിട്ടുണ്ട്? ആര് ജീവിച്ച കാര്യമാണ് പറയണത്? ലോകത്തിലെ എല്ലാവരുടെ ജീവിതമൊന്നും നമുക്കറിയില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നത് കൊണ്ടാണ് ലോകത്ത് നാനാഭാഗത്ത് നിൽക്കുന്ന ആളെ ലൈഫ് ജീവിതം എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം വെച്ചാൽ നാണുമാനവും ഇല്ലാണ്ട് എല്ലാം കൊണ്ടുവന്നിട്ട് വിളമ്പും സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണ് ഇപ്പം പല കുടുംബത്തിൻ്റെയും ജീവിത പ്രശ്നങ്ങൾ ഈ ലോകം മൊത്തം അറിയുന്നത്. നമ്മളെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരുങ്ങിപ്പോയാൽ പറയാം, ലെവലിൽ അവനെക്കാടാ ബോധേട്, അല്ലെങ്കിൽ വേറൊരുത്തിയെ കാണാം. നമ്മളെ നാട്ടിൽ എങ്ങനെയാണ്? എനിക്ക് വേറെ നാട്ടിലെ കാര്യമൊന്നും അറിഞ്ഞൂടാ. നിങ്ങളെ നാട്ടിൽ അങ്ങനെയാണെന്നല്ലേ പറയുന്നത്. അപ്പം നിങ്ങളെ നാട്ടിൽ എങ്ങനെയാകുമ്പോൾ നീ അടക്കം അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പം നീയും അങ്ങനെ പറയുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ ഇപ്പം നിനക്കും കിട്ടിയത്. എനിക്ക് കാമപ്രാന്ത് തന്നെയാണ്. ഷാൻ്റെ ഉമ്മ വിളിക്കാറുണ്ടോ? ഇല്ല. നിനക്ക് കാമപ്രാന്ത് തന്നെയാണ് നസീമ. നീ കണ്ടാ എന്തെങ്കിലും കാമത്തിൻ്റെത് കണ്ടാ നീ? ഇനി എന്ത് കാണണം? 3 ഭർത്താവ് കല്യാണം കഴിച്ച് 3 ഒഴിവാക്കി, ഇപ്പം 4ാമത് ഒരുത്തിനെയും കൂടെ പിടിച്ച് കയറ്റി. ഇനി എന്ത് കാണണം? അപ്പം സ്വാഭാവികം ആൾക്കാർക്ക് അതേ തോന്നും എനിക്ക് കാമപ്രാന്താന്ന്. കണ്ടാ നീ? പാമം അവൻ്റെ ആദ്യ ഭാര്യ. ഇപ്പോൾ കളിയില്ലേ നേജി? ഇല്ല. ഇനി ഡെലിവറി കഴിഞ്ഞേ കളിയുള്ളൂ. എന്ത് വരണ കളി കാണാൻ? ഇതൊക്കെ ചോദിക്കുന്ന ഉളുപ്പില്ല, അതിന് മറുപടി പറയുന്ന ഇവക്ക് ഉളുപ്പില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അത് പറയാനായിട്ടാണ് വന്നത്. ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടൊന്ന് എൻ്റെ സമയവും പോവും, നിങ്ങളെ സമയവും പോവും. അത് ശരിയാ, നമ്മളെ സമയം പോവും, നിൻ്റെ സമയം പോവും. പിന്നെ ഇവൾ അന്നേരം ഒരു ലൈവ് പറഞ്ഞു, ഈ ലൈവിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെ എല്ലാവരും ഈ നെഗറ്റീവ് കമൻറ്റ് വായിച്ചിട്ട് നടക്കുന്നതിൽ സുഖം സലാത്തിൽ നിന്നാണ്. ഇപ്പം നിൻ്റെ സലാത്തെല്ലാം കഴിഞ്ഞാൽ എടി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവായിട്ടും വീഡിയോ ആയിട്ടും നമ്മൾ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൂടെ വരുമാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനങ്ങാണ്ടിരിക്കൂല. അതാണ് ഇതിൻ്റെ ഒരു സത്യം. പിന്നെ അവൾ ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് മുതൽ അന്ന് തന്നെ ഇപ്പം ലൈവ് ഇടൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ അന്നേരം അവൾ പറഞ്ഞു വെച്ചാൽ ആ ലൈവിലൊരു ബ്ലൂ ടിക്ക് വന്നിന്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവൾ പിന്നെ പല അടവും പഠിച്ചതാണ്. എന്നാലും പിന്നെ അതിങ്ങനെ വിശ്വസിക്കല്ലേ ഇവളെ സബ്സ്ക്രൈബേഴ്സിന് പണിയുള്ളൂ കേട്ടോ. ഈ പണി തുടങ്ങിയ ആൾ, പൈസ കിട്ടിയ ആൾ, ആരിത് നിർത്തൂലടി.